ഹലോ ഫ്രണ്ട്സ്, ഗാർഡൻ സെറീസിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഡെഡ്രോബിയത്തിൻ്റെയും ഫെല്ലാപ്സിസിൻ്റെയും തന്നെയാണ് സെയിൽ നമ്മൾ കാണിക്കുന്നത്. കാരണം നമുക്ക് കഴിഞ്ഞ 2 വീഡിയോസ് എത്തിച്ച് ഒരുപാട് ഓർഡേഴ്സും വന്നു. നല്ല രീതിയിൽ തന്നെ നമുക്ക് പാക്ക് ചെയ്ത് അയക്കാൻ ഒരുപാട് പേര് റിവ്യൂസും പറഞ്ഞു. അപ്പോൾ അതും കൂടെ നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് പ്ലാൻസ് എല്ലാം 300 മുതൽ സ്റ്റാർട്ടിങ് വന്നു. 300 350 380 400 അങ്ങനെ നമുക്ക് എന്താ പറയുക, നമ്മുടെ മീഡിയം സൈസ് 300 സ്റ്റാർട്ടിങ് ഓഫറിന് കൊടുക്കുന്നുണ്ട്. മെച്ചുവർ സ്റ്റാർട്ടിങ് നമുക്ക് 400 കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്ലവറിങ് പ്ലാന്റ്സും അതേപോലെയൊക്കെ കൊടുക്കുന്നുണ്ട്. പ്ലാന്റ് സൈസൊക്കെ കണ്ടോ, ഇതൊക്കെ നമ്മുടെ മെച്ചോ പ്ലാന്റ്സിൻ്റെയാണ്. അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ്സ്. ഇതൊക്കെ ഒരു കസ്റ്റമേഴ്സിന് വേണ്ടി മാറ്റി വെച്ചേക്കുന്നതാണ്. അപ്പോൾ പാക്കിങ് നടക്കുന്നേ ഉള്ളൂ. ഇതൊക്കെ മെച്ചുറാണ്. മെച്ചുറിലൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല വലിയ ലീവ്സൊക്കെ ആയിട്ട് വന്ന പ്ലാന്റ്, നല്ല റൂട്ടിങ് വന്നത്. ആ ഒരു നമ്മുടെ ട്രാൻസ്പെറൻറ്റ് ബോക്സ് റൂട്ട് ഫുള്ള് ഫില്ലായി വന്ന പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ അത്ര ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറയാനുണ്ട്. കാരണം നമ്മൾ കൊറിയർ റിലേറ്റ് ചെയ്തൊക്കെയാണ്. പിന്നെ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പ്ലാന്റ്സ് തന്നെയാണ്. അത്യാവശ്യം ഹെൽത്തിയും ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ്, ഡെൻഡ്രോബിയത്തിൻ്റെ ഒക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെങ്കിൽ നമ്മളതിൻ്റെ കാറ്റലോഗ് ചോദിച്ചാൽ അയച്ചു തരും. ഇതൊക്കെ ഫ്ലവറിങ് സ്റ്റേജ് ആകാറായ ബുഷി പ്ലാന്റ്. കാരണം ബുഷി പ്ലാന്റ് ഒരിക്കലും നിങ്ങൾക്ക് 300 ഒരിടത്തും കിട്ടത്തില്ല. ഫ്ലവറിങ് പ്ലാന്റൊക്കെ നിങ്ങൾക്ക് 280 കിട്ടും. പക്ഷേ ബുഷി പ്ലാന്റ്, അത് ഇത്രയും ബുഷി ആയിട്ടുള്ള പ്ലാന്റ് 350 ഒരിടത്തും കിട്ടത്തില്ല. കാരണം അത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ പ്ലാന്റ്സിൻ്റെ സൈസും എല്ലാം വീഡിയോയിൽ വ്യക്തമായിട്ട് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓർഡർ നിങ്ങൾ തരാമോ നമ്മൾ എടുത്തെടുത്ത് പറയുന്നത്. അപ്പം ഈ പ്ലാന്റ്സ് മാത്രമല്ല, ഏത് പ്ലാന്റ് ആണെങ്കിലും നമ്മൾ വ്യക്തമായിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം ചില വെറൈറ്റിയിൽ നമ്മൾ പറയാറുണ്ട്, ഇപ്പോൾ എന്താ പറയുക, നമുക്ക് ഇങ്ങനത്തെ പ്ലാന്റ്സും വരാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ അങ്ങനത്തെ പ്ലാന്റ്സും കൂടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്, പോസിബിലിറ്റീസ് പറയുന്നതാണ്. കാരണം എല്ലാം നമുക്ക് എന്താ പ്രത്യേകിച്ച് നമ്മൾ നല്ല ഏറ്റവും വലിയ ബുഷിയായിട്ടുള്ള പ്ലാന്റ്സിനെ നിങ്ങൾക്ക് തരാൻ നോക്കും. പിന്നെ 1 2 ഇത്തിരി ഒന്ന് സൈസ് ജസ്റ്റ് ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ടെങ്കിൽ ഉള്ള പക്ഷേ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് കൊടുക്കുന്നത്. ഓരോ വെറൈറ്റി അനുസരിച്ചിരിക്കും. അപ്പം അങ്ങനത്തെ പ്ലാന്റ്സൊക്കെയാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ റിപ്ലൈ ചെയ്യാൻ ലേറ്റ് ആവുന്നത് കാരണം നമുക്ക് 2 ദിവസം ഒന്നും വയ്യായിരുന്നു, അതുകൊണ്ടാണ് റിപ്ലൈ ചെയ്യാൻ ലേറ്റ് ആയത്. പിന്നെ അതേപോലെ ഞാനും ഇപ്പോൾ നാട്ടിലില്ല. അപ്പോൾ നമ്മൾ മൺഡേ കഴിഞ്ഞേ എത്തത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ റിപ്ലൈസ് തരും, പക്ഷേ ലേറ്റ് കാണും, ലേറ്റായിട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഉച്ചയോടുകൂടി മിക്കവർക്കും റിപ്ലൈ അയച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം നമ്മളിനി എല്ലാവർക്കും റിപ്ലൈ ഇങ്ങനെ അധികം കൊടുത്തില്ല, അങ്ങനെ പയ്യെ കൊടുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റിപ്ലൈ തരാനും കുറച്ച് താമസമുണ്ട്. പിന്നെ പ്ലാൻസ് എല്ലാം മൺഡേ തൊട്ടായിരിക്കും ഇനി ഡിസ്പാച്ച് വരുന്നത്. അതും ചിലരുടെ പ്ലാൻസിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് പെറ്റ് സർവീസ് അതൊക്കെ വരുന്നേക്കാം മൺഡേ അല്ലെങ്കിൽ വെനസ്ഡേയിലായിരിക്കും നമ്മളതും ഡിസ്പാച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ കാര്യമൊക്കെയാണ് മെയിനായിട്ട് വീഡിയോയിൽ പറയാനുള്ളത്. പിന്നെ പ്ലാൻസ് ഒക്കെ നിങ്ങൾ കണ്ടു 350 തൊട്ടാണ് നമുക്ക് 300 തൊട്ടാണ് നമുക്ക് സ്റ്റാർട്ടിങ്. 300 ഉണ്ട്, 350 380 എല്ലാ റേറ്റിലും ഉണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസൊക്കെ. ഇപ്പോൾ ഈ സൈസിലുള്ള പ്ലാൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം നമ്മളെപ്പോഴും മെച്ചോ പ്ലാൻസ് നിങ്ങൾ വാങ്ങാനാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം അതിലാണ് കുറച്ചുകൂടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ഉള്ളത്. മെച്ചോറിൻ്റെയും മീഡിയത്തിൻ്റെയും സൈസ് ഡിഫറൻസ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചും കൂടെ തരാം ഞാൻ ഇതിലൂടെ. അതൊക്കെ ഓരോ വെറൈറ്റീസിലും സൈസ് നമുക്ക് ഓരോ വെറൈറ്റി അനുസരിച്ച് ഡിഫറൻസ് ആണ് കണ്ടോ. ഇത് ഈ കുഞ്ഞു പ്ലാന്റൊക്കെ നമ്മുടെ മെച്ചറാണ്, മീഡിയം പ്ലാന്റ് ആണ് അതിൻ്റെ ഇടയിൽ ഇരിക്കുന്നത്. പിന്നെ ഇതൊക്കെ മെച്ചർ, കാരണം ഇതൊരു കസ്റ്റമറിന് മാറ്റി വയ്ക്കും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇത് കാണിച്ച് ഇതൊരു പ്ലാന്റിൻ്റെ മെച്ചോ സൈസാണ്. അതേസമയത്ത് മീഡിയം ആണെങ്കിൽ ഇത് ചെറുതുമാണ്. അപ്പം നമുക്ക് സൈസിന് ഡിഫറൻസ് മനസ്സിലാവും. പക്ഷേ റൂട്ടൊക്കെ നല്ല രീതിയിൽ വേര് പിടിച്ചിട്ടുണ്ട്. രണ്ടിനും നല്ല ഹെൽത്തി ആയിട്ടാണ് പ്ലാന്റ്സ് ഇരിക്കുന്നത്. പക്ഷേ സൈസിൽ വരുന്ന ഡിഫറൻസ് മാത്രമാണ് ഉള്ളത്. അതും റേറ്റ് വരുമ്പോഴും 100 രൂപയുടെ വ്യത്യാസം നമുക്ക് ഡിഫറൻസ് വരുന്നുള്ളൂ മിക്ക വെറൈറ്റീസിൽ. അപ്പം പിന്നെ നമുക്ക് മെച്ചറിൻ്റെതായിരിക്കത്തില്ല മീഡിയത്തിൻ്റെ കാറ്റലോഗ്, മീഡിയത്തിൻ്റെ ആയിരിക്കത്തില്ല നമുക്ക് വിത്ത് സ്പൈക്ക് കാറ്റലോഗ്. നമുക്ക് പല കാറ്റലോഗും ഉണ്ട്. കാരണം അവൈലബിലിറ്റി അനുസരിച്ചാണ് നമ്മൾ കാറ്റലോഗ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് വിത്ത് ബഡ്സ് ആയിട്ടുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ്. അതിൽ കണ്ടു ഇതിലൊക്കെ വെരിഗേറ്റഡ് വെറൈറ്റി. ഇതൊക്കെ നമുക്ക് അത്യാവശ്യം ഒരുപാട് എൻക്വയറി ഉള്ളത്, നമുക്ക് നല്ല രീതിയിൽ നമുക്ക് സെയിലായി പോകുന്നൊരു വെറൈറ്റിയാണ് വെരിഗേറ്റഡ് ഫെല്ലാപ്സിസിൻ്റെ ഡബിൾ സ്പൈക്കിലെ പ്ലാന്റ്സ്. ഈ 2 സ്പൈക്കുള്ള പ്ലാന്റ്സ് ഉണ്ട്. അത് സിംഗിൾ അല്ല, 2 സ്പൈക്ക്. പക്ഷേ 2 രീതി ഇതിൽ മുട്ട് വന്നിട്ട് സ്പൈക്ക് വരുന്ന പ്ലാന്റില്ലേ, അങ്ങനത്തെ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. അപ്പം ഇതൊക്കെ ഒരുപാട് നമ്മൾ മുന്നേ വീഡിയോ ഇട്ടിട്ട് ഇതൊക്കെ നമുക്ക് സോൾഡ് ആയ വെറൈറ്റിയാണ്. പക്ഷേ പിന്നെ നമുക്ക് നല്ല രീതിയിൽ സ്റ്റോക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയക്കാം. പിന്നെ ഈ വെറൈറ്റീസൊക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. വിത്ത് സ്പൈക്കായിട്ടുള്ള പ്ലാൻസ് ആണ് കേട്ടോ ഇതൊക്കെ അവൈലബിൾ. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ട് നമ്മളതനുസരിച്ച് കാറ്റലോഗ് അയക്കും, നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് കോംബോയും ഉണ്ട്, 500 കോംബോ ഉണ്ട്, 550 10 പ്ലാൻസ് ആണെങ്കിൽ അങ്ങനെ, 10 പ്ലാൻസിന് താഴെ ആണെങ്കിൽ 550 പെർ പ്ലാന്റ് വരും. ഇതൊക്കെ നമ്മൾ പാക്കിങ്ങിന് എടുത്ത പ്ലാന്റ്സുകളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കണ്ടു കാണും, നല്ല റൂട്ടൊക്കെ വന്ന പ്ലാന്റുകളാണ്. പിന്നെ ഇതിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള വേറൊരു കാര്യം വെച്ചാൽ നമ്മുടെ നിങ്ങൾ
പ്ലാൻസ് വാങ്ങുമ്പോൾ നിങ്ങൾക്കിപ്പം ഏത് സർവീസാണോ വേണ്ടത് അത് വ്യക്തമായിട്ട് നമ്മുടെ അടുത്ത് മെൻഷൻ ചെയ്യുക. കാരണം വേറൊന്നുമല്ല, നിങ്ങൾ ആദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് പേര് ചോദിക്കും. ഇപ്പോൾ നമുക്കൊരു വീഡിയോ ഇടുമ്പോൾ 1000 എൻക്വയറി ഉണ്ടെങ്കിൽ അതിൽ 100 പേരെ നമുക്ക് ഓർഡർ തരത്തുള്ളൂ. ബാക്കി 900 നമുക്ക് ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്ത് പോകുന്നതാണ്. അതിൽ നമുക്കൊരു പ്രശ്നമില്ല. പക്ഷേ അതിലെല്ലാവരും സ്പീഡ് പോസ്റ്റ് ഉണ്ടോ, DTDC ഉണ്ടോ, സ്പീഡ് ആൻഡ് സേഫ് ഉണ്ടോ, പ്രൊഫഷണൽ ഉണ്ടോ, പിന്നെ ST കൊറിയർ ഉണ്ടോ, അങ്ങനെ പല കൊറിയറും ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ചോദിക്കുക. അപ്പം നമ്മൾ നമ്മുടെ കയ്യിലുള്ളതെല്ലാം നമ്മൾ പറയും. എന്നിട്ട് പിന്നീട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പം ആരും ഒന്നും പറയാറില്ല. അപ്പം നമ്മൾ ഓൾറെഡി നമ്മളെല്ലാം പറയാറുണ്ട്. DTDC വഴിയാണ് നമ്മൾ മെയിനായിട്ട് അയക്കുന്നത്. സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ പേയ്മെൻറ്റ് ചെയ്ത് മെൻഷൻ ചെയ്ത് നമ്മളെ അടുത്ത് എടുത്ത് പറയണം. പേയ്മെൻറ്റ് ചെയ്ത് അഡ്രസ്സ് ഇടുമ്പോൾ അഡ്രസ്സിൽ സ്പീഡ് പോസ്റ്റ് എന്ന് എഴുതാതെ നമ്മൾ ശ്രദ്ധിക്കരുത്. കാരണം ആ അഡ്രസ്സിൽ സ്പീഡ് പോസ്റ്റ് എഴുതി നമ്മളതിന് പ്രിൻ്റ് എടുക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അല്ല നമുക്ക് മനസ്സിലാകത്ത് നമ്മളത് ശ്രദ്ധിക്കത്തില്ല. കാരണം മിക്കവരും ഒരു ദിവസം ചോദിക്കും, പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് ചിലർ പേയ്മെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ചിലർ ഇന്നലെ ചോദിച്ചിട്ട് പിറ്റേ ദിവസമായിരിക്കും വന്ന് പേയ്മെൻറ്റ് ചെയ്യണം. പക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടി അതിൻ്റെ കൂടെ വേറെയും ഒരുപാട് പേര് നമ്മളത് എൻക്വയറി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരാണ് ഏതാണെന്ന് നമുക്കൊരു കൺഫ്യൂഷനാണ്. അതാണ് ഈ ഒരു കാര്യത്തിൽ വരുന്ന പ്രശ്നം. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ പറയുക, മെസ്സേജ് ഇപ്പം ഇങ്ങനത്തെ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കൊറിയറാണോ അതെല്ലാം നമ്മൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒന്നുകൂടെ നമ്മൾ ഓർമ്മിക്കുക. കാരണം ഒരാളല്ല ഒരുപാട് പേർക്ക് നമ്മൾ റിപ്ലൈ ഇതൊക്കെ കൊടുക്കുന്നത് നമുക്കത് ഓർമ്മയിൽ നിൽക്കത്തില്ല. അപ്പോൾ കാരണം നമ്മൾ ഓൾറെഡി ഇപ്പോൾ നമ്മൾ DTDC ആണ് മെയിനായിട്ട് ചെയ്യുന്നത്. പക്ഷേ അതിന് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വേണമെന്നെങ്കിൽ നമ്മുടെ അടുത്ത് മെൻഷൻ ചെയ്യുക. പേയ്മെൻറ്റ് ഇപ്പം നമ്മുടെ അടുത്ത് മിക്കൊരു സ്പീഡ് പോസ്റ്റ് ഉണ്ടെന്ന് നോക്കി, അപ്പോൾ നമ്മൾ സ്പീഡ് പോസ്റ്റ് ഉണ്ടെന്ന് എല്ലാവരുടെ അടുത്തും പറയും. പക്ഷേ പേയ്മെൻറ്റ് ചെയ്തിട്ട് അത് നമ്മുടെ ആ അഡ്രസ്സിലൂടെ അത് മെൻഷൻ ചെയ്താലേ നമുക്ക് സ്പീഡ് പോസ്റ്റിലൂടെ അയക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളത് വിട്ടുപോകും. കാരണം മെസ്സേജൊക്കെ ഒരുപാട് മുകളിൽ കിടക്കുന്ന മെസ്സേജ് ആയിരിക്കും. അതിനുശേഷം കുറേ കാര്യങ്ങൾ സംസാരിച്ച് പ്ലാൻസ് സെലക്ട് ചെയ്ത് പേയ്മെൻറ്റൊക്കെ ഇട്ട് താഴെ വന്നിട്ടായിരിക്കും പിന്നെ നമ്മൾ പ്ലാൻസൊക്കെ അയച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമുക്കിതൊന്നും എന്താ പറയുക, ആ മെസ്സേജ് പേയ്മെൻറ്റ് കൂടെ അത് ഇട്ടില്ലെങ്കിൽ നമുക്കത് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്. കാരണം അല്ലെങ്കിൽ നമുക്ക് DTDC മാത്രം ആക്കാം. DTDC നമ്മൾ പറയണം, DTDC ആണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത്. സ്പീഡ് പോസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാം. പക്ഷേ ഇത് ഈ ഒരു കാര്യമുണ്ട്, നമ്മൾ മിക്ക വീഡിയോസിൽ മെൻഷൻ ചെയ്തത് അത് ആരും ശ്രദ്ധിക്കാറില്ല. കാരണം വീഡിയോസ് ചെയ്യുമ്പോഴും ആരും 1-2 ആദ്യം സ്റ്റാർട്ടിങ് കേട്ടിട്ട് പിന്നെ നമ്മുടെ പ്ലാൻസ് ഓർഡർ ചെയ്യും. അത് മാത്രമല്ല, വീഡിയോസ് ഫുള്ളായിട്ട് കാണുക, നമ്മളതിൽ ഇൻഫർമേഷൻസ് എല്ലാം പറയുന്നുണ്ട്. പിന്നെ പ്ലാൻസിൻ്റെ ഡിസ്പാച്ചും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ മാക്സിമം മീഡിയവും മെഷർ പ്ലാൻസും ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട്. മൺഡേ വരെ ഉള്ള ഓർഡേഴ്സ്, മൺഡേ ട്യൂസ്ഡേ വരെ ഉള്ള ഓർഡേഴ്സ് എല്ലാം വെനസ്ഡേ അയച്ചിട്ട് ആകെ ഒരു 3 കസ്റ്റമറിന് മാത്രമാണ് അയക്കാത്തത്. അതൊക്കെ ഒരു 3 കസ്റ്റമർ, പിന്നെ 3 പെറ്റ് സർവീസ് കസ്റ്റമേഴ്സ്. അത് മാത്രമാണ് നമുക്കിനി പെൻഡിങ് ഉള്ള. ബാക്കി എല്ലാവരുടെയും നമ്മൾ അയച്ചിട്ടുണ്ട്. അതൊക്കെ ഈ വരുന്ന വീക്കിൽ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഓർഡേഴ്സ് വെനസ്ഡേ തേഴ്സ്ഡേ ഒക്കെ ഓർഡേഴ്സും ബാക്കിയൊക്കെ നമ്മൾ ഇനിയായിരിക്കും അയക്കുന്നത്. പിന്നെ സ്പൈക്കുള്ള പ്ലാൻസിൻ്റെ ഡിസ്പാച്ചൊക്കെ ഇനിയായിരിക്കും കേട്ടോ വരുന്നത്. പിന്നെ നമ്മളിതിൽ നമ്മുടെ പ്ലാൻസ് നമുക്ക് എന്താ പറയുക, ഇതും കൂടെ നമ്മൾ ഇട്ട് തരാം. കസ്റ്റമർ റിവ്യൂസും കൂടെ ഇട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നമുക്ക് നല്ല രീതിയിൽ റിവ്യൂസാണ് കിട്ടിയതെന്നും കൂടെ മനസ്സിലാവും. അതും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. എനിക്ക് കൊറിയർ കിട്ടി കേട്ടോ. നല്ല രീതിയിലായിരുന്നു പാക്കിംഗ് ഒക്കെ, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ആയിരുന്നത്. താങ്ക് യു.